إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ ഓരോ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഈ പുണ്യമായ ദിനങ്ങളിൽ
നാം നോറ്റുവീട്ടുന്ന നമ്മുടെ നോമ്പുകളും നിർവഹിക്കുന്ന നമസ്കാരങ്ങളും മറ്റുള്ള മുഴുവൻ ഇബാദത്തുകളും സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ അല്ലാത്ത മാസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഇബാദത്തിന്റെ വിഷയങ്ങളിൽ നമ്മളെല്ലാവരും ശക്തമായ ശ്രദ്ധ കൊടുത്തു വരുന്നുണ്ട്. റമളാനിന്റെ വിധിവിലക്കുകളും റമളാനിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പല ആവർത്തി നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ മനസ്സുകളിലേക്ക് ഈ റമളാനിൽ നാം ഇട്ടുകൊടുക്കേണ്ടുന്ന ചില ചിന്തകളും ആ ചിന്തകളിലൂടെ നാം പരിവർത്തിപ്പിച്ചെടുക്കേണ്ടുന്ന ചില വിഷയങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദ്യമായി നാം തിരിച്ചറിയണം എന്താണ് റമളാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി റമളാൻ എന്ന് പറഞ്ഞാൽ അത് കരിച്ചു കളയുക എന്നുള്ളതാണ് മലയാളത്തിൽ ഭാഷാപരമായി അതിന് അർത്ഥം വരുന്നത്. കരിച്ചു കളയുക. എന്തിനെ കരിച്ചു കളയുക? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, കഴിഞ്ഞ 11 മാസക്കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും തിന്മകളും പോരായ്മകളും, നമുക്ക് എവിടെയാണോ വീഴ്ചകൾ വന്നു പോയിട്ടുള്ളത് ആ വീഴ്ചകളെ മുഴുവനും കരിച്ചു കളഞ്ഞുകൊണ്ട് ഈ റമളാനിൽ എന്തുകൊണ്ട് കരിച്ചു കളയണം? നമ്മുടെ നമസ്കാരങ്ങളിലൂടെ, നമ്മുടെ നോമ്പുകളിലൂടെ, നമ്മുടെ ഇബാദത്തുകളിലൂടെ, മറ്റുള്ള അഅമാലുകളിലൂടെ എല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവനും കരിച്ചു കളഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കാനുള്ളൊരു സമയമാണ് ഈ പറയുന്ന റമളാൻ മാസം എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ സമയത്തെ റമളാനിനെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ, പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന സമകാലികമായ ഈ ഒരു കാലഘട്ടം ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ള വിഷയങ്ങളല്ല. ഈ അടുത്ത ദിവസങ്ങളിലായി കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ SIR-ന്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ, പൗരത്വ ഭേദഗതി ബില്ലിന്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്ദേ മാതരം അത് നിർബന്ധമായും ചൊല്ലിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ലവ് ജിഹാദിന്റെ പേരിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമ റിലീസായി, കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബീഫിന്റെ പേരിലൊക്കെ ഇങ്ങനെ പല രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ തകർക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിന്റെ പിന്നാലെ ചില രാഷ്ട്രീയ കക്ഷികളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റുള്ള ലക്ഷ്യങ്ങൾക്കും പിന്നാലെ മുസ്ലിം സമുദായത്തിന്റെ നേർക്ക് ചില അമ്പുകൾ അവർ എയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ റമളാനിലൂടെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റമളാൻ നമുക്ക് നൽകുന്ന സന്ദേശം ആത്മവിശ്വാസത്തിന്റെ സന്ദേശമാണ്. ആത്മവിശ്വാസം. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ കാര്യങ്ങളും പാകപ്പെടുത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ അവന്റെ മനസ്സിനെയും അവൻ എന്ത് ചെയ്യണം? പാകപ്പെടുത്തിയെടുക്കണം. അവൻ നിർഭയത്വത്തിൽ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ആത്മവിശ്വാസത്തിൽ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അവൻ പണിയെടുക്കേണ്ടതുണ്ട്. ആ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ റമളാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ റമളാൻ മാസങ്ങളിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് ഈ പറയുന്ന റമളാൻ മാസം എന്നുള്ളത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്റ ഫൽയസുമുഹു എന്നുള്ളതാണ്. പരിശുദ്ധ റമളാൻ മാസത്തിലാണ് അല്ലാഹ് ഖുർആൻ അവതീർണമാക്കിയിട്ടുള്ളത്. എന്താണ് പറയുന്നത്? ഷഹ്റു റമളാൻ, ഈ റമളാൻ മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ് ഈ റമളാൻ മാസം. എന്താണ് ഖുർആനിന്റെ പ്രത്യേകത? എന്താണ്? ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. അതുപോലെ തന്നെ വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന, സത്യവും അസത്യവും ജനങ്ങൾക്ക് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന സുവ്യക്തമായ തെളിവുകളുമായി കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. അല്ലാഹ് ഖുർആനിനെ ഇറക്കിയത് അതിനു വേണ്ടിയാണ്, നമ്മളെ പരിവർത്തിപ്പിച്ചെടുക്കുക,
നേരായ മാർഗദർശനം നമുക്ക് കാണിച്ചു തരാം. ഏതാണ് സത്യമെന്നും ഏതാണ് അസത്യമെന്നും കാണിച്ചു തന്നുകൊണ്ട് നേരിന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരാശിയെ മുഴുവനും കൊണ്ടുപോകാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും അത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസികളെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകാം, നേരിന്റെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാം, അധർമ്മത്തിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരായ പാതയിലൂടെ വിശ്വാസികളെ, മനുഷ്യരാശിയെ കൊണ്ടുപോകാൻ വേണ്ടി ഈ പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടുന്ന ഒരു ചിന്തയുണ്ട്. എപ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റുകാരനായി മാറുന്നത്, എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരുന്നത് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എപ്പോഴെല്ലാം ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ ആ സമയങ്ങളിലെല്ലാം അവൻ തിന്മയിലായിരിക്കും എന്നുള്ളതാണ്. റബ്ബിന്റെ കൽപ്പനകളോട്, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളോട്, റബ്ബിന്റെ താക്കീതുകളോട് എപ്പോഴെല്ലാം ഒരു മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവൻ തിന്മയിലായിരിക്കും എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കൃത്യമായി പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ, അറിഞ്ഞവരാണ് നമ്മൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ അല്ലാഹ് പടയ്ക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഭാര്യയും എന്ത് ചെയ്യാ, ഈ സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. എന്നിട്ടോ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിച്ചു കൊള്ളുക. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹ് ഒരു കണ്ടീഷൻ അവിടെ വെക്കുകയാണ്. വലാ തഖറബാ ഹാദിഹി ഷജറ. ഈ കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്നുള്ളതാണ്. ഈ കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. എന്നിട്ടോ ഫതകൂന മിനൽ ളാലിമീൻ. ഇനി എങ്ങാലും നിങ്ങൾ എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്തു പോയി കഴിഞ്ഞാൽ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ ഏറ്റവും വലിയ അക്രമകാരികളായി തീരുമെന്ന് അല്ലാഹ് പറയുകയാണ്. ആരോടാ പറയുന്നത്? ആദം നബി അലൈഹിസ്സലാമിനോട്. അല്ലാഹ് ഈ ഒരു കണ്ടീഷൻ അവിടെ വെക്കുമ്പോൾ പിന്നീട് അവിടെ നടന്ന ചരിത്രം നമുക്കറിയാം. അവിടെ പിശാച് വരികയാണ്. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും എന്ത് ചെയ്യാണ്, ചില മോഹന വാഗ്ദാനങ്ങൾ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് റബ്ബിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സുകളിലേക്ക് പിശാച് എന്ത് ചെയ്യും, ചില മോഹന വാഗ്ദാനങ്ങൾ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട് തിന്മയുടെ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ള സകല പണിയും പിശാച് എടുക്കും. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നേരിന്റെ മാർഗത്തിലേക്ക് പോകാനുള്ള ശക്തമായ പ്രതിരോധം അവിടെ തീർക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യം. അങ്ങനെ റബ്ബ് എന്താണോ ചെയ്തതെന്ന് പറഞ്ഞത് അതെന്ത് ചെയ്യാണ്, പിശാച് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ ഭക്ഷണം, ആ പഴം അവിടെ നിന്ന് കഴിക്കുകയാണ്. പിന്നീട് അവിടെ നടക്കുന്ന സംഭവം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്താക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽനഹ്ബിതു മിൻഹാ ജമീഅ. നിങ്ങൾ എല്ലാവരും എവിടെ നിന്ന് പോയിക്കൊള്ളുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. അങ്ങനെ നിങ്ങളുടെ അടുക്കലേക്ക് കൃത്യമായ എന്റെ പക്കൽ നിന്നുള്ളൊരു മാർഗദർശനം, ഒരു സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തും. ഫമൻ തബിഅ ഹുദായ. ആ മാർഗദർശനം വന്നെത്തുമ്പോൾ ആരാണോ എന്റെ മാർഗദർശനം പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പിന്നീട് ഒരു കാര്യത്തെക്കുറിച്ചോർത്തും ദുഃഖിക്കേണ്ടതില്ല, പിന്നീട് ഒരു കാര്യത്തെക്കുറിച്ചോർത്തും അവർ വ്യസനിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സഹോദരങ്ങളെ, ഏതാണ് ആ മാർഗദർശനം? ആ മാർഗദർശനമാണ് ഖുർആൻ. ആ മാർഗദർശനം അവതീർണമായ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി അവൻ ധാരാളം ബന്ധം പുലർത്തേണ്ടുന്ന ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നെന്ത് ചെയ്യണം, നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിൽ അവതീർണമായ ഖുർആൻ നമുക്ക് ഏറ്റവും നല്ല സത്യവും അസത്യവും കാണിച്ചു തന്നുകൊണ്ട്, നേരിന്റെ മാർഗം കാണിച്ചു തന്നുകൊണ്ട് വിജയത്തിന്റെ ദിശയിലേക്ക് മാത്രം നമ്മെ വഴിതെളിയിക്കുന്നതായ ഖുർആനിന്റെ ആളുകളായി, അഹ്ലുകാരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാം പറഞ്ഞല്ലോ, റമളാൻ എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ ഒരു മാസമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
മുസ്ലിം സമുദായത്തെ തകർക്കുന്ന രൂപത്തിലേക്ക്, ഇസ്ലാമിനെ തകർക്കുന്ന രൂപത്തിലേക്ക് പല ആളുകളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നാം എല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളൊരു വിഷയമല്ല. അത് റമളാനിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ബദർ യുദ്ധം എന്ന് പറയുന്നത്? ബദറിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിശദമായി മനസ്സിലാക്കാനുള്ളതാണ് ബദർ എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് ബദർ നടക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വഅൻതും അതില്ല, ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ലാഹ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷം എന്നുള്ളതല്ല. നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ രാജ്യത്ത് നമ്മെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നത് ന്യൂനപക്ഷം എന്നുള്ളതാണ്. പക്ഷെ അത്ര പോലും ഇല്ലാതിരുന്ന വെറും 313 ആളുകൾ സ്വഹാബത്ത് മാത്രം വരുന്ന ആ ബദറിൽ വെച്ചുകൊണ്ട് എല്ലാ നിലക്കും അവർ അൻതും അതില്ല, അവർ ദുർബലരാണ്, ന്യൂനപക്ഷമാണ്, ആൾബലമില്ല, അംഗബലമില്ല, ആയുധബലമില്ല, വലിയ പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലുമാണ് ഈ ബദറിലേക്ക് മുസ്ലിം സമുദായം, മുസ്ലിമീങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോകുന്നത്. ഈ ബദറിലേക്ക് അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരെയാണെന്നറിയോ? എല്ലാ രൂപത്തിലും അതിക്രൂരന്മാരും അതിഭീകരന്മാരും ആൾബലം കൊണ്ടും അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും സർവസജ്ജമായിട്ടുള്ള ഒരു സംഘത്തെയാണ് ഏറ്റുമുട്ടാൻ വേണ്ടി ബദറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 313 വരുന്ന സ്വഹാബക്കളും കൂടി പോകുന്നത്. ആ ബദറിന്റെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ ഏതെല്ലാം പ്രതിസന്ധികൾ മുസ്ലിം സമുദായത്തിനെതിരെ വന്നാലും അവിടെയൊക്കെ കൂസാതെ പിടിച്ചു നിൽക്കാനുള്ള, മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും വലിയ ശക്തി നമുക്കുണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ബദറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ബദറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ പേരുകൾ പലയിടങ്ങളിലും നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഈ ബദറിലെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു പേര് ഉമൈർ ഇബ്നു അബി വഖാസ് എന്ന് പറയുന്ന ഒരു സഹാബിയുടെ പേരാണ്. ഈ ചരിത്രം നമ്മൾ ബദർ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്താണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം എന്നുള്ളത്? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട് സഅദ് ഇബ്നു അബി വഖാസ്. ഈ സഅദ് ഇബ്നു അബി വഖാസ് എന്ന് പറയുന്ന സഹാബിയുടെ ഏറ്റവും ഇളയ അനിയനാണ് ഉമൈർ ഇബ്നു അബി വഖാസ്. കേവലം 15-16 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയായ സഹാബിയാണ് ഈ ഉമൈർ ഇബ്നു അബി വഖാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടിയിട്ട് സഹാബാക്കളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സഹാബാക്കൾക്കിടയിലൂടെ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഓടി നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ പെടാതെ ഇങ്ങനെ ഓടി നടക്കുക. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിനക്ക് പ്രായമായിട്ടില്ല, 16 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യും? ആ പ്രായത്തിലുള്ള കുട്ടികളെ മുഴുവനും മടക്കി അയക്കുകയാണ്. അങ്ങനെ മടക്കി അയക്കാതെ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള അതിയായ ആഗ്രഹത്തിന്റെ പേരിലാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കണ്ണിപ്പെടാതെ ഇങ്ങനെ സഹാബികൾക്കിടയിലൂടെ ഇങ്ങനെ ഓടി ഒളിച്ചു നടക്കുന്നത്. ഇത് സ്വന്തം ഇക്കാക്കയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ എന്തിനാ ഈ ഒളിച്ചു നടക്കുന്നത്? അപ്പോ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, കക, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പ്രവാചകന്റെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ പ്രവാചകൻ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരെ മടക്കി അയച്ചതുപോലെ എന്നെയും മടക്കി അയക്കും. അള്ളാന്റെ ഭാഗ്യമുണ്ടെങ്കിൽ, റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷഹീദാകാൻ സാധിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയക്കുകയാണ്. പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീയും പോലെ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ് ബദറിലേക്ക് കൊണ്ടുപോകാം. ഈ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാർ ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, 16 വയസ്സുകാരനായ മകനാണ്. അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്ന വാളെന്ന് പറയുന്നത്
ഉമേർ റളിയല്ലാഹുവിനേക്കാൾ വലിയ വാള അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കാത്ത, അതിന്റെ വെയിറ്റ് കൊണ്ടും നീളം കൊണ്ടും വണ്ണം കൊണ്ടും പിടിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീണ് പോവുകയാണ്. ശരീരത്തിൽ തൂക്കിയിടുമ്പോൾ അത് തൂങ്ങിക്കിടക്കുന്നില്ല. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഒരു തുണിക്കഷ്ണം കൊണ്ട് തന്റെ ശരീരത്തിലേക്ക്, ഉമേർ റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ്, ആ വാളിങ്ങനെ കൂട്ടി ബന്ധിപ്പിച്ചു കൊടുക്കാം. ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും, ഉമർ റളിയല്ലാഹു അൻഹു ബദറിലെ ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പോകുന്ന വഴിത്താരയിലൂടെ മുഴുവനും ഈ വാളിങ്ങനെ അരയിൽ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ ഒരഞ്ഞുകൊണ്ട് പോകുന്ന പാട് കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. സഹാബാക്കളൊക്കെ വലിയ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. ഈ ഉമേർ റളിയല്ലാഹു അൻഹു 16 വയസ്സുകാരനായ ആ മകൻ, ആ സ്വഹാബി എന്ത് ചെയ്യാണ്, ശത്രുക്കൾക്കിടയിലേക്ക് പോയി യുദ്ധം ചെയ്യുക. പക്ഷേ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഷഹീദാവുകയാണ്. ആ ഷഹീദായ പൊന്നഞ്ചന്റെ മയ്യത്തും എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നൊരു ചരിത്രം വലിയ മനസ്സുകളെ നമ്മളെ വലിയ രൂപത്തിൽ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, 16 വയസ്സുകാരനായ മോൻ, ആ മോൻ പറയുകയാണ്, ഇസ്ലാമിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ സത്യത്തിനും അസത്യത്തിനും എതിരെ നടക്കുന്ന, സത്യവും അസത്യത്തിനുമായി നടക്കുന്ന ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബദറിലേക്ക് വരുന്നത്. നമ്മുടെ കൂട്ടത്തിലുമുണ്ട് 15-16 വയസ്സുകാരായ മക്കൾ. നമുക്കെത്ര വയസ്സായി എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗമാണ് എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇസ്ലാമിന് വേണ്ടി എന്തൊരു പ്രയാസമാണ് നമുക്ക് സഹിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇസ്ലാമിന് വേണ്ടി എന്തൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ പ്രായത്തിലുള്ള കൗമാരക്കാരായ മക്കളെന്ന് പറയുമ്പോൾ പല വെബ് സീരീസും കണ്ടുകൊണ്ട്, പല ഷോർട്ട് ഫിലിമും കണ്ടുകൊണ്ട് അതിന്റെ ചിന്തകളിലേക്ക് എന്ത് ചെയ്യാണ്, പിന്മാറി അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇഷ്ടാന്ന് പറഞ്ഞ് അവൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ, മൊത്തം ഡിപ്രഷൻ അടിച്ച് ജീവിതം മുഴുവനും തവിടുപൊടിയായി നടക്കുന്ന ആളുകളെ, കൗമാരക്കാരായ മക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയോ ചില കൊറിയൻ വെബ് സീരീസും സിനിമകളും കണ്ടുകൊണ്ട് അതിനഡിക്റ്റായിക്കൊണ്ട് സ്വന്തം ഉപ്പാനെയും മാതാപിതാക്കളെയും അനുജന്മാരെയും കൂടപ്പുറപ്പുകളെയും വെല്ലുമ്മാനെയും മറ്റുള്ള കുടുംബക്കാരെയൊക്കെ കൊന്നുകളഞ്ഞ് യാതൊരു വിധത്തിലുമുള്ളൊരു മനോവിഷമവുമില്ലാതെ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ വന്നിരുന്നു, അതിന് മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്നു, അതൊക്കെ വലിയ ആവേശപൂർവ്വം വിളിച്ചു പറയുന്ന ഒരു കൗമാരത്തിന്റെ ചിന്തകളിലേക്ക് ഇന്ന് നമ്മുടെ മക്കൾ വഴിമാറി പോകുമ്പോൾ ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിൽ നടന്നിട്ടുള്ള ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം, അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിലുമുണ്ടായിരുന്നു ഒരു 12 വയസ്സുകാരനായ ഒരു മകൻ. ഇസ്ലാമിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ആഗ്രഹത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയ്ക്ക് ചുറ്റുമായി കിടങ്ങു കുഴിക്കുമ്പോൾ അവിടെ പൊട്ടിച്ചിടുന്ന മണ്ണുകളും പാറക്കഷ്ണങ്ങളും വാരിക്കോരി പുറത്തു കൊണ്ടുപോയി കളയുന്ന ഒരു 12 വയസ്സുകാരനായ ഒരു സഹാബിയുടെ ചരിത്രം നമുക്ക് അവിടെയും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം നടക്കുന്ന സമയത്ത്, അന്ന് അഹ്സാബ് യുദ്ധം എന്നതിന് പേര് വരാനുള്ള ഒരു കാരണം, മുസ്ലിമീങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും ഇസ്ലാമിനെതിരെ ചേരിതിരിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഇസ്ലാമിനെ നേരിടുന്ന യുദ്ധമായിരുന്നു ഈ അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. ഹിസ്ബ്, അഹ്സാബ്, ഗോത്രങ്ങൾ, കക്ഷികൾ എന്നൊക്കെ പേര് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. എല്ലാവരും ഇസ്ലാമിനെതിരെയായിരുന്നു. ഈ ആളുകൾ മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ വേണ്ടി സൈന്യത്തെ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ രൂപത്തിലുമുള്ള തയ്യാറെടുപ്പുകളും അവർ നിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അത് വിശ്വാസികളിൽ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി ഭരമേൽപ്പിക്കാൻ, അവനാണ് ഏറ്റവും ഉത്തമനെന്ന്, ഏറ്റവും നല്ലതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മുസ്ലിമീങ്ങളും പ്രഖ്യാപിച്ചൊരു സമയമായിരുന്നു ഈ പറയുന്ന അഹ്സാബ് യുദ്ധം എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്കെതിരെ പല രൂപത്തിലുള്ള കുപ്രചരണങ്ങളും ആരോപണങ്ങളും വിശ്വാസികളെയും ഇസ്ലാമിനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രൊപ്പഗണ്ടകളും എന്ത് ചെയ്യുന്നുണ്ട്, പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ വ്യക്തിപരമായ പല നേട്ടങ്ങൾക്കും പിന്നാലെയാണ് ഈ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
പല രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇവരെന്ത് ചെയ്യാണ്? ഇസ്ലാമിന്റെ പ്രകാശം, റബ്ബിന്റെ പ്രകാശം കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവർ അവരുടെ വായ കൊണ്ട് അള്ളാന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഈ പറയുന്ന സത്യനിഷേധികളായ ആളുകൾക്ക് എത്രത്തോളം അനിഷ്ടകരമാണെന്നുണ്ടെങ്കിലും അള്ളാഹ് അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആ പ്രകാശം പൂർത്തിയാവാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഇസ്ലാം എല്ലാ രൂപത്തിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ രാജ്യങ്ങളിലേക്കും, എല്ലാ നാടുകളിലേക്കും, ഏതെല്ലാം കുഗ്രാമങ്ങളുണ്ടോ ആ കുഗ്രാമങ്ങളിലേക്കെല്ലാം തന്നെ, ഏതെല്ലാം മലയിടുക്കുകളുണ്ടോ ആ മലയിടുക്കുകളിലേക്കെല്ലാം തന്നെ ഇസ്ലാം വ്യാപിക്കാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ എന്ന് പറയുന്നത് ഈ ആത്മവിശ്വാസം നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കാനുമുള്ള ഒരു മാസമാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, റമളാനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകളെ തിരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഇസ്സത്തുള്ള ഒരു മനുഷ്യനായി, മുസ്ലിമായി മാറാൻ അതിനുവേണ്ടി കഠിനമായി നമ്മൾ പ്രയത്നിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഈ റമളാനിലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റുള്ള മാസങ്ങളിലും ഖുർആനുമായി ശക്തമായ ബന്ധം പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ധാരാളമായി കൊണ്ട് വായിക്കണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. നാളെ ഖിയാമത്തിൽ എന്ത് ചെയ്യും? തന്റെ ആളുകൾക്ക് ശുപാർശകനായി ഖുർആൻ വരുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനുമായി നമ്മൾ എന്ത് ചെയ്യണം? ബന്ധം പുലർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് എന്തുണ്ടോ? ഒരു ഹസനത്ത്, ഒരു നന്മയുണ്ട്. ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം ഉള്ളത്. ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അലിഫ് ലാം മീം, സൂറത്ത് ബഖറയിലെ ആദ്യത്തെ ആയത്ത്. അലിഫ് ലാം മീം 3 അക്ഷരങ്ങളേ ഉള്ളൂ. അലിഫ് ലാം മീം. അലിഫിനൊരു നന്മയുണ്ട്, ലാമിനൊരു നന്മയുണ്ട്, മീമിനൊരു നന്മയുണ്ട്. ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണ്. അപ്പോൾ ഒരു ഹർഫിന് എന്തുണ്ട്? 10 ഇരട്ടി, 10 നന്മകൾ, 10 പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അലിഫ് ലാം മീം എന്നുള്ള 3 ഹർഫ്, 3 അക്ഷരം നമ്മൾ പാരായണം ചെയ്താൽ 30 ഇരട്ടി, 30 പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വലിയൊരായത്തൊരു ഖുർആൻ മുഴുവനും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രതിഫലങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നോമ്പുകാരായ ആളുകൾ അവർ ചെയ്യുന്ന അമലുകൾക്ക് റബ്ബ് കണക്കില്ലാതെയാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമളാനിൽ കൃത്യമായ നീയത്തോടുകൂടി, കൃത്യമായ ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധമായ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആനിൽ നിന്ന് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഹിഫ്ള് ചെയ്യാൻ പറ്റുന്ന ആയത്തുകളൊക്കെ നമ്മൾ ഹിഫ്ള് ചെയ്യണം. അത് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠനത്തിന്, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കാൻ നമ്മൾ കഠിനമായി പ്രയത്നിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ, നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പുതുറ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 2000 രൂപ വീതമാണ് ഒരു ദിവസത്തെ നോമ്പുതുറ. ആർക്കെങ്കിലും ഇനിയും ആ നോമ്പുതുറയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെടണം. നോമ്പുതുറയുടെ പ്രതിഫലം എന്ന് പറയുന്നത്, ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരനുള്ള അതേ പ്രതിഫലം എന്ത് ചെയ്യും? നോമ്പ് തുറപ്പിക്കുന്നവനും കിട്ടും. നമുക്ക് 2 പ്രതിഫലം കിട്ടുക. ഒന്ന് നമ്മൾ നോമ്പെടുത്തതിന്റെ പ്രതിഫലം, പിന്നെ ഒരാൾ നോമ്പ് തുറപ്പിച്ചതിന്റെ അയാളുടെ നോമ്പുകാരന്റെ പ്രതിഫലവും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു പള്ളിയിലേക്ക്
പള്ളിയിലേക്കൊക്കെ നമ്മൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ എത്രയോ ആളുകളെയാണ് നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത്. ഇവിടെ തന്നെ 100-150 പേര് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക് കിട്ടിയത്. ഈ പ്രതിഫലങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യാം, കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടാം. പിന്നെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സദഖ കൊടുക്കണം. ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് പള്ളി പരിപാലന ഫണ്ടിലേക്കുള്ള ഒരു കളക്ഷനാണ്. അതുകൊണ്ട് കൈമെയ് മറന്നുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സദഖകൾ കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത് മുഖേന നമ്മുടെ പ്രതിഫലവും നമുക്കുള്ള പ്രതിഫലവും നമ്മുടെ സമ്പത്തും വർദ്ധിപ്പിച്ചു തരിക മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ, അഅമാലുകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അസുഖങ്ങളും അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫയിലും സൗഖ്യത്തിലും ആരോഗ്യത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചിലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, മാനസിക വിഷമങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വേദനകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പൂർണ്ണമായ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നമുക്കും നമ്മുടെ ജീവിതത്തിലും വർഷിപ്പിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.